ജാസിന്റെ ദേവി ആണായിട്ടാണോ പെണ്ണായിട്ടാണോ കാണുന്നത്? മോൻ എന്ത് ജോലി ചെയ്തു? ആ കുട്ടിക്ക് പെണ്ണല്ലേ, എന്നിട്ട് പെണ്ണായിട്ടല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. മോൻ എന്തായിട്ടാ തോന്നുന്നത്? ജാസിക്ക് അതാണല്ലോ ഇഷ്ടം, ജാസി പെണ്ണാണ്. ആ പെണ്ണല്ലേ കുട്ടാ, ഇത് പെണ്ണാണിത്. അത് ഒരു പെണ്ണിനെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടത്തി ആണാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങള് വെറുതെ അതെ ആളുകൾ അംഗീകരിക്കുന്നില്ല പറയുമ്പോൾ. മോനെ എന്തിനാ അംഗീകരിക്കും? എന്റെ അംഗീകാരം ഉണ്ടല്ലോ, ഇവിടെ മൊത്തം ഞാൻ അംഗീകാരം. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അംഗീകരിച്ചാൽ മതി. എല്ലാവരും അംഗീകരിക്കണം എന്നുള്ളത്. ഞാൻ എപ്പോഴും ജാസിനെ പറഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് ഇപ്പൊ നാഗദേവിന് ജാതി ഇഷ്ടമാണ്, നാഗദേവിക്ക് ജാസിനെ പെണ്ണായിട്ട് അത് മതി. അല്ലാതെ കുറയ്ക്കുന്ന നായ്ക്കൾ കുറച്ചിട്ടേ ഇരിക്കും. അതെ, എനിക്ക് അത്രേ ഉള്ളൂ. മറ്റുള്ള ആളുകളിൽ പെടുന്ന ഒരാളല്ലേ ഞാനും. ഇപ്പൊ എന്റെ അംഗീകാരം കിട്ടിയില്ലേ? എന്റെ അംഗീകാരം ഇല്ലെങ്കിൽ തന്നെ ഈ കുട്ടി അതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കിടന്ന് അല്ല 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 എന്ന് നമ്മുടെ തൊണ്ടയിട്ട് വലിച്ചു കീറാവുന്നതേ ഉള്ളൂ. മോള് പെണ്ണാണ്, ഇത് പെൺകുട്ടിയാണ്, ആരും ഇനി ഇതിനെ ആണാക്കാൻ ശ്രമിക്കണ്ട കേട്ടോ. പെണ്ണിന്റെ എല്ലാ അങ്കലാവണ്യവും ഉണ്ട്. സുന്ദരിയല്ലേ, എല്ലാ സൗന്ദര്യം കിട്ടിയിട്ടില്ലേ? ഈ ശ്രീലക്ഷ്മി ആണെന്നുണ്ടെങ്കിലും ജാസി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ആളുകളാണ് പല കാരണങ്ങൾ കൊണ്ടും. അപ്പൊ ഇവര് ഈ ആത്മീയതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അവർക്ക് ഇപ്പൊ തന്നെ സങ്കടമൊന്നുമില്ലല്ലോ, ചുമ്മാ പറയാ രണ്ടുപേരും. അവർക്ക് സങ്കടമൊന്നുമില്ലോ. ആ അത് അവര് ഉള്ളിൽ വെച്ച് ഇങ്ങനെ എന്തിനോ ഒതുക്കുന്ന, അതങ്ങ് തുറന്നു പറയുമ്പോ തീർന്നില്ലേ? ഇപ്പൊ നാഗാദേവിയുടെ അടുത്ത് വന്ന് നിങ്ങക്ക് സങ്കടമുണ്ടോ? മോക്കുണ്ടോ? പോസിറ്റീവ് അല്ലേ? നിങ്ങൾ എന്തിനാ ഒതുക്കും തോറും നിങ്ങൾ തന്നെത്താനെ ഇരുന്ന് ദുഃഖിക്കുവോ, യുദ്ധം ചെയ്യുവോ തന്നെത്താനെ? എത്ര നാള് നിങ്ങൾ സങ്കടമൊന്നുമില്ല മോളെ, മോക്ക് സങ്കടമില്ല. പിന്നെ ഈ പറയുന്ന മോടെ കുഴപ്പമെന്ന് വെച്ചാൽ സൗഭാഗ്യങ്ങൾ വരുമ്പോൾ തട്ടിത്തെറിപ്പിക്കുന്നു, അതാണ്. അത് തന്നെ മോളെ സങ്കടപ്പെടുത്തും. അങ്ങനെ സൗഭാഗ്യങ്ങൾ വരുമ്പോൾ തട്ടിത്തെറിപ്പിക്കല്ലോ, ബാഹ്യമായിട്ടെല്ലാം അങ്ങ് എടുക്കണം, അതായത് പിടിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും പറയാം സ്വാർത്ഥതയാണ്, ഈ ഈഗോയാണെന്ന്. ആ ഈഗോയിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പൊ ആൾക്കാര് പറയില്ലേ അർഹതയില്ലാത്തത് നമ്മൾ സ്വീകരിക്കുന്നു? അത് ആൾക്കാരല്ലേ പറയുന്നത്, നമുക്കറിയില്ല നമുക്ക് അർഹതപ്പെട്ടതാണ്. മോളെ മോക്ക് അർഹതപ്പെട്ടതാ ഈ പ്രകൃതി കാണുന്ന എല്ലാം ഉപയോഗിക്കാനുള്ളതാ കേട്ടോ. പൊന്നെ അത് ദേഹം മരിക്കുന്നിടം വരെ എല്ലാം ഉപയോഗിച്ച് നല്ല എന്താ പറയാ സുഖിച്ച് ജീവിക്കണം കേട്ടോ. ഇനി ഒന്നും വേണ്ടാന്ന് പറയല്. ഇനി ഇവിടുന്ന് പോകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം. ഉള്ള ഈഗോ മുഴുവൻ എടുത്ത് കളയണം. ഞാനെന്ന ഭാവം മോക്കുണ്ട്, ആ ഭാവം മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് ഒന്നുമല്ല, ഞാൻ ഒന്നുമല്ല എന്ന ലെവലിലേക്ക് എത്തണം. കാരണം എനിക്കെല്ലാം വേണം, ആ രീതിയിലെത്തണം. ഇപ്പൊ മനസ്സിലായോ? അതായത് ഞാൻ ഒന്നുമല്ല, പക്ഷെ ജീവിച്ചിരിക്കുമ്പോ എനിക്കെല്ലാം വേണം. എന്താ മോക്ക് പിടി കിട്ടി? റീൽസിലാണെങ്കിലും ഞാൻ കുറച്ച് ഫിഷ് മീനൊക്കെ വാങ്ങി കറി വെച്ചാലോ എന്തെങ്കിലും നല്ല ആഹാരം കഴിച്ചാലോ ആൾക്കാർ പറയും അവള് സുഖിച്ച് ജീവിക്കുക. നമുക്ക് അറിയുള്ളൂ നമ്മുടെ ബുദ്ധിമുട്ടും പ്രാരാബ്ദവും. ഇപ്പൊ അമ്മയ്ക്ക് ദേവിക്ക് തന്നെ മനസ്സിലായല്ലോ ഞാൻ വന്നപ്പോ അങ്ങനെ പൈസയോടോ ഒന്നിനോടും വലിയ ഇതുള്ള ഒരാളല്ലാന്ന് തോന്നുന്നില്ലേ? ആൾക്കാർ പറയുന്ന ഭയങ്കര ആഡംബര ജീവിതമാ, ഭയങ്കര ആഘോഷിച്ച് ജീവിക്കും. ഞാൻ അത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ പറയുന്ന ഞാനിങ്ങനെ ചിന്തിക്കും, ചിലപ്പോ ഞാൻ ഭയങ്കര അഹങ്കാരിയാണോ, എനിക്ക് കാര്യം ചോദിക്കട്ടെ? മോള് പറഞ്ഞില്ലേ മോക്ക് പൈസയോട് ആർത്തിയില്ലാന്ന്. ആർത്തിയില്ല, പക്ഷെ ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. ആർത്തി കളഞ്ഞിട്ട് ആവശ്യം ചിന്തകൾ മാറണം. അതായത് നമുക്ക് പണത്തിന് പണം തന്നെ വേണം കുട്ടി. കാര്യം പഠിച്ചു ഇവിടെ വന്നിട്ട്. ഞാൻ ആരെന്ത് തന്നാലും പൈസയാണല്ലോ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ, അവരെ ഉപയോഗിക്കേണ്ട സാധനമല്ലേ എനിക്ക് തരുന്നത്, ഇങ്ങനത്തെ ചിന്തയിൽ നിന്ന ഞാനാ. പക്ഷെ ആ ഒരു വലിയൊരു കാര്യം എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദേവി പറഞ്ഞു തന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ
പൈസയോട് ആർത്തിയല്ല, പക്ഷെ നമുക്ക് പൈസയോട് ആവശ്യമുണ്ട്. പൈസ ഉണ്ടാക്കുക, നല്ലപോലെ ജീവിക്കുക എന്നൊരു വലിയ പാഠം ഞാൻ ഇവിടുന്ന് പഠിച്ചു കേട്ടോ. ഇന്ന് വരെ ഞാൻ ചിന്തിക്കാത്ത ഒരു കാര്യം പൈസ ഉണ്ടാക്കണം, എന്താ പൈസയോടുള്ള ആർത്തിയല്ല, ആവശ്യമുണ്ട് എന്നുള്ള ആ വലിയൊരു സത്യം. നമുക്ക് പൈസയോട് എപ്പോഴും ആവശ്യമുള്ള ആൾക്കാരാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഈഗോ കളയണം. നമുക്ക് ക്യാഷ് ഉണ്ടാക്കുവാനുള്ള മിഷൻ ഉണ്ടോ മോളുടെ? ഇല്ല. അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. മിഷൻ ഇല്ല, അതുപോലെ തന്നെ നമുക്കതൊന്നും വരച്ചെടുക്കാനുള്ള കഴിവില്ല. ആ കഴിവെല്ലാം സ്വയം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരെവിടുന്ന് എന്ത് തന്നാലും വാങ്ങിക്കുക. കഴിവുകെട്ടവരായിട്ട് തീർന്നു എന്നുള്ളത് തിരിച്ചറിയുക. എന്നിട്ട് ആരെന്ത് തന്നാലും കഴിവില്ലാത്ത ആളെ പോലെ ചെന്ന് വാങ്ങിക്കുക, പിച്ച എടുക്കുക. എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുക്കൽ ചെന്ന് ഇങ്ങനെ തെണ്ടുക എന്നുള്ളതല്ല. ഇപ്പൊ നാഗാദേവി എല്ലാരും പറയത്തില്ല ഓൺലൈൻ ഭിക്ഷക്കാരിന്ന്. അപ്പൊ നാഗാദേവി എന്തോ പറയുന്നത്? അതെ, ഇപ്പൊ ഓൺലൈനിലൂടെ അല്ലേ എല്ലാരും ബാങ്ക് ഇടപാടുകൾ, ഈ ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം. പിന്നെ അതൊക്കെ എന്തിനാ ഉപയോഗിക്കാനാ? അപ്പം ഞാനിവിടെ ഭംഗിയായിട്ട് അത് ഉപയോഗിക്കുന്നു. നിങ്ങൾക്കാർക്കും അത് ഉപയോഗിക്കാൻ അറിയില്ല. എന്റെ കയ്യിലെ കുഴപ്പമില്ലല്ലോ. അങ്ങനെയൊക്കെ മക്കൾക്ക് ഇപ്പൊ അപ്പൊ പണത്തോട് ആർത്തിയെല്ലാം വേണ്ടെന്ന് ആവശ്യം. പണം കൊടുക്കേണ്ടടുത്ത് പണം തന്നെ കൊടുക്കണം. പക്ഷെ പണമായിട്ട് കാണല് സംഖ്യ, അക്കങ്ങൾ. ഇപ്പൊ ജാസി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും ജാസിനെ മോശം പറയുക ചെയ്യുന്നത്. ഇപ്പൊ വന്നപ്പോ ജാസി എന്താന്ന് ഏകദേശം ഒരു ദേവിക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഈ ജാസിയുടെ അടുത്ത് ഇപ്പൊ ദേവിക്ക് ഇഷ്ടപ്പെട്ട എന്താ? മോനെ, നീ ആ മോശം പറയുന്നത് മാത്രം ചെന്ന് വായിക്കാൻ എന്തിനാ ഇരിക്കുന്നത്? അത് മോനല്ലേ പോയി വായിക്കുന്നത്. ഞാനത് കാണുന്നതുമല്ല വായിക്കുന്നത്. നിങ്ങൾ ഈ മോശം മാത്രം എന്തിനാ ഇങ്ങനെ പോയിരുന്ന് തിരക്കി പിടിച്ച് വായിക്കും? നിങ്ങൾ എന്തിനാണ് ഈ കമന്റ് നോക്കുന്നത്? ഉള്ള മനസമാധാനം പോകത്തില്ല കുട്ടികളെ. നിങ്ങൾ ഈ കമന്റ് നോക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. മനസ്സമാധാനം അത് ആ ഭ്രാന്തന്മാരങ്ങനെ എഴുതിയിടുന്നതാ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ മോനെ, അവരുടെ ഭ്രാന്ത് അവര് എഴുതിയിടുന്നതാ. നമ്മളത് നോക്കി വിഷമിക്കണ്ടല്ലേ. കർക്കശക്കാരിയാണ്. നല്ല ദേഷ്യപ്പെടും, നല്ല ദേഷ്യപ്പെടാനറിയാം, നല്ല ചീത്ത വിളിക്കാനറിയാം, എല്ലാവരും ഇഷ്ടപ്പെടാനറിയാം, എല്ലാം അറിയാം. ഈ കുട്ടിക്കും അതൊക്കെ ഉണ്ട്, ആ മോനും ഉണ്ട്, എനിക്കും ഉണ്ട്. എനിക്കാണെങ്കിൽ നിങ്ങളെക്കാളൊക്കെ ഏറ്റവും വലിയ തെരുവിളിയുടെ ആശാട്ടിയാ ഞാൻ, അറിയാവോ? പക്ഷെ നിങ്ങളോട് ഞാൻ വിളിച്ചോ? ഇല്ല. എനിക്ക് ചുണ്ണാമണിയിൽ ഒറ്റ ചുണ്ണാമണിയിൽ ഒറ്റ മേടി മേടും പറഞ്ഞല്ലേ? ചുണ്ണാമണിയിൽ ഒറ്റ എനിക്കിഷ്ടം. മോള് അഭിനയിക്കാൻ ഇഷ്ടമാണോ എന്റെ കുട്ടിക്ക്? അന്ന് മോള് അഭിനയിച്ചോളൂ. ഇവിടെ സ്ഥിരമായിട്ടൊക്കെ വന്നും പോയും ഒക്കെ ഇരിക്കുമ്പോ തന്നെ കുട്ടിക്ക് ഇതിലൂടെ പറഞ്ഞോളൂ, ഇതിലൂടെ പറഞ്ഞോളൂ. അപ്പൊ ഒരുപാട് പേര് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമല്ലോ. ഇനി എന്തിനാ കുട്ടി ഇനി എന്തിനാ സിനിമയിൽ അഭിനയിക്കുന്നത്? ഇത് തന്നെ ഒരു നമ്മൾ ഈ ജീവിക്കുമ്പോ തന്നെ ഒരു സിനിമയല്ലേ. സിനിമയിലൊക്കെ അഭിനയിക്കാൻ അത് സിനിമയിലൊക്കെ പോണമെന്നില്ലല്ലോ കുട്ടി. അല്ലാതെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഏതെങ്കിലും സിനിമക്കാരെ വിളിച്ചിട്ട് ആ പടത്തിൽ അഭിനയിക്കാതെ ആ പടം കണ്ടപ്പോ അയ്യോ അതിൽ അഭിനയിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇഷ്ടല്ല അഭിനയം. മോനെ, ഞാൻ സിനിമയെ വെറുക്കുന്നില്ല. സിനിമയിലെ നായികയാകണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനോടൊന്നും ആളായിരുന്നു. ഇപ്പൊ ഞാൻ ലോകം മുഴുവൻ നായികയായി മാറി. ഇനി എനിക്ക് ഇപ്പൊ മനസ്സിലായോ?